നമ്മളെപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. സന്തോഷവും സമാധാനവും കണ്ടെത്താൻ പല വഴികളും തേടാറുണ്ട്. നല്ല ജോലിയും കൂടുതൽ പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടായാൽ ജീവിതം ആഘോഷിക്കാൻ കഴിയുമോ? കണക്ക് കൂട്ടലുകളൊന്ന് തെറ്റിയാൽ, ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ടായാൽ, കുടുംബസമാധാനം തകർന്നാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ സന്തോഷം. നേരല്ലേ? ഒരു നിമിഷം നമ്മുടെ മനസ്സൊന്ന് പതറിയാൽ മതി, പിന്നെ എല്ലാം കൈവിട്ടു പോകാൻ. ചിലർ വിഷാദ രോഗിയാകാം. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാം. മനുഷ്യൻ്റെ കാര്യം അത്രയേ ഉള്ളൂന്നേ. മനസ്സൊന്ന് പതറിയാൽ തീരാവുന്നതേ ഉള്ളൂ ജീവിതം. ആലപ്പുഴ മാന്നാറിൽ മക്കൾക്ക് ജ്യൂസിൽ വിഷം കലർത്തി നൽകിയ ശേഷം ജീവനൊടുക്കിയ മനോജിൻ്റെ കഥയും, നെയ്യാറ്റിൻകരയിൽ സ്വയം ചിതയൊരുക്കി അതിൽ ചാടി ജീവനൊടുക്കിയ വീട്ടമ്മയുടെ അനുഭവവും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഭാര്യയ്ക്കും 3 മക്കൾക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു വന്ന ചെറുപ്പക്കാരനായിരുന്നു ആലപ്പുഴ മാന്നാർ സ്വദേശി മനോജ്. ചെറിയ ബിസിനസ്സുകൾ നടത്തി വലിയ നിലയിലാകാൻ സ്വപ്നം കണ്ട യുവാവ്. മക്കളെയും ഭാര്യയെയും ഏറെ സ്നേഹിച്ച കൃത്യനാഥൻ. പിന്നെ എന്തായിരിക്കും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം 2 പെൺമക്കൾക്ക് വിഷം നൽകിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. വിഷം കലർത്തിയ ജ്യൂസ് കുടിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന മൂത്ത മകൾ കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ ആ വീടിപ്പോൾ കണ്ണീർ കടലാണ്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2ാമത്തെ മകളെയും കൈക്കുഞ്ഞിനെയും കൂട്ടി ഇനി മനോജിൻ്റെ ഭാര്യ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നതാണ് മറ്റൊരു ചോദ്യം. സ്കൂളിൽ നിന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ടുവരും വഴിയാണ് മാന്നാർ എരമത്തൂർ സ്വദേശിയായ മനോജ് 2 പെൺമക്കൾക്ക് ശീതളപാനീയത്തിൽ വിഷം കലർത്തി നൽകുകയും സ്വയം കുടിക്കുകയും ചെയ്തത്. കയ്പ് തോന്നിയതിനാൽ ഇളയ കുട്ടി ജ്യൂസ് രുചിച്ചു നോക്കിയതല്ലാതെ കുടിച്ചിരുന്നില്ല. മൂത്ത മകൾ ശിവനന്ദയും മനോജും അവശനിലയിലായതോടെ ഇളയകുട്ടി നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മനോജ് മരിച്ചു. നില ഗുരുതരമായിരുന്ന ശിവനന്ദ പിന്നീട് മരണപ്പെടുകയായിരുന്നു. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് പോലീസ് പറയുന്നു. കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ടിപ്പർ ലോറിയിൽ ഇറക്കി നൽകുകയും JCB ഉൾപ്പെടെയുള്ളവയും സ്വന്തമായി മനോജിന് ഉണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെയായി മറ്റു ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരിഞ്ഞതോടെ ബിസിനസ്സിൽ ശ്രദ്ധ കുറഞ്ഞു. വീട് ഈടായി നൽകി ഫെഡറൽ ബാങ്കിൽ നിന്നും 36 ലക്ഷം ലോൺ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവും മുടങ്ങിയിരുന്നുവെന്ന് മാന്നാർ പോലീസ് പറയുന്നു. ഒപ്പം വാഹനത്തിന്റെ CC കൂടി അടക്കാനാകാതായതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഇതാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 ആലപ്പുഴ. വീട്ടിലെ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയും രോഗങ്ങളും ചില കുടുംബങ്ങളെ വിടാതെ വേട്ടയാടാറുണ്ട്. ഒരു ഘട്ടമെത്തിയാൽ ഇനി എന്തിനു ജീവിക്കണമെന്ന് പോലും ചിലപ്പോൾ മനസ്സിൽ ചിന്ത വരാം. പ്രതീക്ഷകളെല്ലാം കൈവിടുമ്പോഴാണ് പലരും ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീടിന് പിന്നിൽ സ്വന്തമായി ചിതയൊരുക്കി വീട്ടമ്മ ആത്മഹത്യ ചെയ്തത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. നെയ്യാറ്റിൻകര സ്വദേശിനി നളിനകുമാരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഭർത്താവ് ക്രിസ്തുദാസിൻ്റെ രോഗാവസ്ഥയാണ് ആത്മഹത്യ കാരണമെന്നാണ് നിഗമനം. ആശുപത്രിയിൽ കഴിയുന്ന ഭർത്താവിനോടൊപ്പം കൂട്ടിരുന്ന നളിനകുമാരി തിങ്കളാഴ്ച ഉച്ചയോടെ വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞു പോവുകയായിരുന്നു. തുടർന്ന് വീടിന് പിറകിലെ പറമ്പിൽ വിറകും മറ്റും കൂട്ടി ചിതയൊരുക്കിയ ശേഷം മണ്ണെണ്ണ ഒഴിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തീയാളുന്നത് കണ്ട് ഓടിയെത്തിയ സമീപവാസികൾ ഉടൻ തീ കെടുത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. 67 വയസ്സാണ് നളിനകുമാരിക്ക്. ഭർത്താവ് ക്രിസ്തുദാസിന്റെ ദീർഘനാളായുള്ള രോഗാവസ്ഥയും ആരോഗ്യസ്ഥിതി മോശമായതിലുള്ള മനോവിഷവുമാണ് ഇവരെ കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. 2-3 മാസമായി ആശുപത്രി സുഖമില്ലാത്ത അവസ്ഥയിലാണ്. രാവിലെ
അവരെ ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത് രാവിലെ ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് കൊച്ചുമോനെ വിളിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത്. അപ്പോഴാണ് സംഭവം കാണുന്നത്. വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. 1 വർഷത്തിലേറെയായി ക്രിസ്തുദാസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനെ തുടർന്നുണ്ടായ മാനസിക വിഷമത്തിലായിരുന്നു നളിനകുമാരി എന്ന് ബന്ധുക്കൾ പറയുന്നു. ദമ്പതിമാർക്ക് 2 മക്കളുണ്ട്. നളിനകുമാരിയും ഭർത്താവും ജോലിക്കാരിയും മാത്രമായിരുന്നു വീട്ടിൽ താമസം. സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെയ്യാറ്റിൻകര. ചെറിയ സന്തോഷം കണ്ടെത്താനാണ് ചിലർ ലഹരിയും മദ്യവും ഒക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ എത്ര നാൾ മയക്കുമരുന്ന് വഴി ജീവിതം ആഘോഷിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ മഹേഷ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അറിയണം. കോളേജിൽ പഠിക്കുന്ന കാലയളവ് മുതൽ ലഹരിക്കടിമ, അങ്ങനെ വഴിവിട്ട ജീവിതം, നിരവധി ലഹരിമരുന്ന് കേസുകളിലും പ്രതി. എന്നാൽ ലഹരിയും അടിപിടിയുമായി മുന്നോട്ട് പോയ മഹേഷിനെ സ്വന്തം വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ കുറച്ചു നാളുകളായി ഒറ്റയ്ക്കായിരുന്നു താമസം. കഴിഞ്ഞ ദിവസം യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. എന്താണ് മരണകാരണമെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെ വീട്ടിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മഹേഷ് കുമാറിന്റെ മൃതദേഹം കിടപ്പുമുറിയിൽ കണ്ടെത്തിയത്. ദീർഘകാലമായി ഇയാൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഏറെ നാളായി വീട് അടച്ചിട്ട നിലയിലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. കോഴിക്കോട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ കൈവശം വെച്ചതിനും വിതരണം ചെയ്തതിനും ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. പോലീസ് നിരീക്ഷണത്തിലായിരുന്ന ഇയാളെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുറത്തു കാണാറില്ലായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്ന് കണ്ടെത്താൻ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മരണകാരണം സംബന്ധിച്ച കൂടുതൽ വ്യക്തത കൈവരുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. മലയാളികളായ ഒട്ടേറെ ചെറുപ്പക്കാർ ജോലിയും പഠനവുമായി ബംഗളൂരു, ചെന്നൈ, മുംബൈ പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്നുണ്ട്. ആഡംബര അപ്പാർട്ട്മെൻറ്റുകളിൽ താമസം, കയ്യിൽ ആവശ്യത്തിന് പണം, നൈറ്റ് പാർട്ടികളും മറ്റുമായി ആഘോഷ ജീവിതം. ഈ യുവാക്കൾക്ക് എങ്ങനെയാണ് ഇതുപോലെ ആഡംബര ജീവിതം നയിക്കാൻ കഴിയുന്നത്? 2 മലയാളി യുവാക്കളെ പിടികൂടിയപ്പോഴാണ് ബംഗളൂരു പോലീസിന് ഞെട്ടിപ്പിക്കുന്ന വിവരം ലഭിച്ചത്. മലയാളികളായ അശ്വിൻ, മൊബീന എന്നിവർ രാജ്യാന്തര ലഹരി മാഫിയയുടെ കണ്ണികളെന്നാണ് വിവരം. ഇവരിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന LSD സ്റ്റാമ്പുകളും ചരസും കഞ്ചാവും പിടിച്ചെടുത്തു. ബംഗളൂരുവിലെ പ്രസ്റ്റീജ് ഫൈൻബറി പാർക്ക് എന്ന അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി മാഫിയയുടെ പ്രവർത്തനം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് റെയ്ഡ് നടത്തി മലയാളികളായ അശ്വിൻ, മുബീന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് വിൽപ്പന തൊഴിലാക്കി മാറ്റിയ ഇവർ നഗരത്തിലെ പ്രമുഖ അപ്പാർട്ട്മെന്റിൽ താമസിച്ച് ആർക്കും സംശയമില്ലാതെ ഇടപാടുകൾ നടത്തി വരികയായിരുന്നു. അന്വേഷണത്തിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന വിവരങ്ങളും കണ്ടെത്തി. തായ്ലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിൻസെന്റ് ആണ് ഈ സംഘത്തിന്റെ സൂത്രധാരൻ. ഇടയ്ക്കിടെ വിമാനമാർഗം ചെറിയ അളവിൽ ലഹരിമരുന്ന് ബംഗളൂരുവിലേക്ക് അയച്ചിരുന്നത് ഇയാളെന്നാണ് വിവരം. വിൻസെന്റ് നൽകുന്ന നിർദ്ദേശപ്രകാരം ലഹരിമരുന്ന് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരുന്നു അശ്വിന്റെയും മുബീനുടെയും ദൗത്യം. കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്നാണിത്. ഇവരിൽ നിന്ന് 8335 LSD സ്ട്രിപ്പുകൾ പിടിച്ചെടുത്തു. ഒരു LSD സ്ട്രിപ്പിന്റെ വില ഏകദേശം 6000 രൂപയാണ്. സംശയം തോന്നാതിരിക്കാൻ ഇവ ദൈവങ്ങളുടെ ചിത്രങ്ങളുടെയും മറ്റു വിവിധ ചിത്രങ്ങളുടെയും രൂപത്തിലാണ് അച്ചടിച്ച് വിൽപ്പന നടത്തിയിരുന്നത്. ഇതോടൊപ്പം 534 ഗ്രാം ചരസും 5 കിലോ ഹൈഡ്രോ കഞ്ചാവും പിടിച്ചെടുത്തു. അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ റാക്കറ്റിൽ മറ്റാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതിനെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കി. ഫ്ളാറ്റിന്റെ ഉടമയ്ക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്.
18 ബംഗളൂരു. മയക്കുമരുന്ന് മാഫിയയെ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനായി പല ലഹരി വിരുദ്ധ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ലഹരി സംഘങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇനി അവർക്കെതിരെ പ്രതികരിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് കൂടി അറിയണം. പത്തനംതിട്ട അടൂരിൽ ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിനെ അറിയിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ അമ്മയ്ക്കും മക്കൾക്കും നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. അടൂർ കോട്ടമുകൾ സ്വദേശി സലീന, മക്കളായ ഫൈസൽ, അഫ്സൽ എന്നിവർക്ക് നേരെയായിരുന്നു ഗുണ്ടാക്രമണം. കേസിൽ പ്രതികളായ സാബിർ, അർഷിദ്, ശ്രേയസ് എന്നിവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സലീനയും മക്കളും താമസിക്കുന്ന പറക്കോട് കോട്ടമുകളിലെ വീട്ടിലെത്തി പ്രതികൾ ഭീഷണിപ്പെടുത്തിയതും ഇവരെ ക്രൂരമായി മർദ്ദിച്ചതും. ഒന്നാം പ്രതി സബീറിന്റെ ലഹരി വിൽപ്പന പോലീസിൽ അറിയിച്ചതിന്റെ വൈരാഗ്യമാണ് ക്രൂരമർദ്ദനത്തിന് കാരണം. സൈക്കിൾ ചെയിനും പ്രത്യേകം തയ്യാറാക്കിയ ആയുധങ്ങളും ഉപയോഗിച്ചാണ് മൂവരെയും പ്രതികൾ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ സലീനയ്ക്കും മക്കളായ അഫ്സൽ, ഫൈസൽ എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റു. വീട്ടുപകരണങ്ങളും പ്രതികൾ തല്ലി തകർത്തു. തലയ്ക്കും കഴുത്തിനും പുറത്തും ഗുരുതരമായി പരിക്കേറ്റ ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദനത്തിന് ശേഷം പ്രതികൾ ബൈക്കിലും കാറിലുമായി രക്ഷപ്പെട്ടു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. നാട്ടിലെ തെരുവ് ഗുണ്ടകളെക്കാൾ കഷ്ടമാണ് ചില വിദ്യാർത്ഥികളുടെ കാര്യം. റാഗിങ്ങിൻ്റെ പേരിൽ ജൂനിയേഴ്സിനെ പട്ടിയെ തല്ലുന്നതുപോലെ ക്രൂരമായി തല്ലിച്ചതയ്ക്കാൻ പോലും മടിയില്ല. തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ റാഗിംഗ് പീഡനത്തെക്കുറിച്ച് കേട്ടാൽ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു പൊള്ളും. ബെൻ തേജസ് എന്ന വിദ്യാർത്ഥിയെ ചവിട്ടി താഴെയിട്ട സീനിയർ വിദ്യാർത്ഥികൾ ആ ചെറുപ്പക്കാരൻ്റെ തല തറയിലിട്ട് ചവിട്ടുകയും നെഞ്ചിൽ കയറുനിന്ന് മർദ്ദിക്കുകയും കല്ലുകൊണ്ട് മുതുകിലിടിക്കുകയും ചെയ്തു. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ മാസം 26-നായിരുന്നു സംഭവം. ബെൻ തേജസ് കോളേജിലെത്തിയപ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ ഫോണിൽ വിളിച്ച് ക്യാൻറ്റീന് സമീപം വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇയാൾ പോകാൻ തയ്യാറായില്ല. ഇതിൽ പ്രകോപിതരായി വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്നാണ് പരാതി. കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന് സമീപം നിന്ന ബെൻ തേജസിനെ 4 വിദ്യാർത്ഥികൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നു. ചവിട്ടി താഴെയിട്ട ശേഷം തല തറയിലിട്ട് ചവിട്ടുകയും നെഞ്ചിൽ കയറി നിന്ന് മർദ്ദിക്കുകയും കല്ലുകൊണ്ട് മുതുകിൽ ഇടിക്കുകയും ചെയ്തതായി വിദ്യാർത്ഥി പറയുന്നു. നിനക്ക് എന്താ വിളിക്കുന്നിടത്ത് വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇതില് ആദർശും ബിനോയും കൂടെ തള്ളിയിട്ട് അപ്പോഴേക്കും ശ്രീസൂര്യ എന്ന് പറഞ്ഞ പയ്യൻ എന്നെ ഇടിച്ചു. മുഖത്തും നെഞ്ചിലൊക്കെ ഇട്ട് ഇടി തുടങ്ങി. ആഷിഖ്, ബിനോയ്, ശ്രീസൂര്യ, ആദർശ് ഇവർ 4 പേരുമാണ്. ഇടിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ബോധക്ഷയം പോലെ ഉണ്ടായിട്ട് ഞാൻ അപ്പോൾ അവിടെ താഴെ വീണപ്പം ഇതിൽ ആഷിഖ് വന്നിട്ട് എൻ്റെ മുഖത്ത് ചവിട്ടി പിടിച്ചിരുന്നപ്പോൾ ശ്രീസൂര്യ കരിങ്കല്ലുണ്ട്, അതായത് അവിടെ പൊളിച്ചിട്ടിരുന്നതിൻ്റെ വേസ്റ്റ് കരിങ്കല്ലുണ്ട്, അതിനെ എടുത്തിട്ട് കുറുക്കിൽ കുറേ ഇടിച്ചു. അധ്യാപകരെത്തി വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റിയാണ് രംഗം ശാന്തമാക്കിയത്. ബെൻ തേജസിൽ നിന്ന് പരാതി സ്വീകരിച്ച പ്രിൻസിപ്പാൾ കാട്ടാക്കട പോലീസിന് പരാതി നൽകി. വീട്ടിലെത്തിയ ശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥി നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. ചെയ്യാത്ത തെറ്റിന് പോലീസ് നിരവധി നിരപരാധികളെ വേട്ടയാടിയിട്ടുള്ള നാടാണിത്. ആളുമാറി പലരെയും കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചിട്ടുണ്ട്. കള്ളക്കേസുകളിൽ കുടുക്കിയിട്ടുണ്ട്. പോലീസ് ക്രൂരതയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് കോട്ടയം തലപ്പന സ്വദേശി ഷിജോ എന്ന യുവാവ്. പോക്സോ കേസ് പ്രതി എന്നാരോപിച്ച് ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാവിനെ ഈരാറ്റുപേട്ട പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന് പരാതി. ഷിജോയുടെ സുഹൃത്തുക്കൾ CCTV ഉൾപ്പെടെയുള്ള തെളിവുകൾ നൽകിയപ്പോൾ മാത്രമാണ് പോലീസ് വിട്ടയച്ചതെന്നും പരാതിയിൽ പറയുന്നു.
ഫെബ്രുവരി 23 വൈകിട്ടുണ്ടായ സംഭവത്തിലാണ് പോലീസിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. തലപ്പലത്തെ വീട്ടിൽ നിന്ന് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഷിജോയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നായിരുന്നു വീട്ടുകാരെ അറിയിച്ചിരുന്നത്. എന്നാൽ എത്തിച്ചത് പാലാ DYSP ഓഫീസിൽ. ഇവിടെ വെച്ച് ഉദ്യോഗസ്ഥർ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ഷിജോ പരാതിപ്പെടുന്നു. തന്റെ മകന്റെ മുന്നിൽ വെച്ചും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. എന്ത് പറഞ്ഞിട്ടോ ഇത് സമ്മതിക്കാൻ പറഞ്ഞിട്ടാണോ തല്ലിയത്? ഇത് നിനക്ക് അറിയാമെന്നും പറഞ്ഞാൽ പുള്ളി ഇടിക്കുന്നത്. പക്ഷെ എനിക്കിത് അറിയത്തില്ല സാറേ, ഞാൻ കൈയിട്ട് കുമ്പിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അവര് ആരും കേട്ടില്ല. എന്നുവെച്ചാൽ രാത്രിയിൽ മെഡിക്കലൊക്കെ കഴിഞ്ഞാൽ ഈരാറ്റോടെ പോയിട്ട് എന്നെ കൊണ്ട് ഇരുത്തി. രാവിലെ മെഡിക്കലും ഒക്കെ കഴിഞ്ഞാൽ ചെന്നൈ കോടതിക്ക് ഹാജരാക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ എൻ്റെ പിള്ളേർ പോയി ഈ CCTV ദൃശ്യമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അല്ല ഞാനിപ്പോൾ അകത്തായേനെ. തൊട്ടടുത്ത ദിവസം ഷിജോയുടെ സുഹൃത്തുക്കൾ CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ തെളിവായി പോലീസിൽ ഹാജരാക്കി. ഇതോടെയാണ് ഷിജോ നിരപരാധിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇതിന് പിന്നാലെ യഥാർത്ഥ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നിരപരാധിയായ തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ഷിജോ പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയപ്പോൾ ആശുപത്രിയിലെത്തി ചികിത്സ തേടിയിരുന്നു. ഇതുൾപ്പെടെയുള്ള തെളിവുകൾ വെച്ചാണ് പരാതി. ന്യൂസ് 18 കോട്ടയം. സാധാരണ നിങ്ങൾ വീടിന് പുറത്തു പോകുമ്പോൾ താക്കോൽ എവിടെയാണ് സൂക്ഷിക്കാറുള്ളത്? ചിലർ ചവിട്ടിയുടെ താഴെയോ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ജനാലയുടെ സൈഡിലോ വയ്ക്കും. മറ്റു കുടുംബാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് വീടിനുള്ളിൽ കയറാനുള്ള സൗകര്യത്തിനാണ് ഈ എളുപ്പവഴി നോക്കുന്നത്. എന്നാൽ നമ്മൾ രഹസ്യമായി ഒളിപ്പിക്കുന്നത് മറ്റാരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടെങ്കിലോ അവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. ഇടുക്കി പുളിയൻ മലയിൽ വീട്ടുകാർ പള്ളിപ്പെരുന്നാളിന് പോയ സമയത്ത് കള്ളൻ അകത്തു കയറിയത് ചെടിച്ചട്ടിയിൽ ഒളിപ്പിച്ച താക്കോൽ ഉപയോഗിച്ചാണ്. പുളിയൻമല സ്വദേശി ജോസഫിൻ്റെ വീട്ടിൽ നിന്ന് 16 ലക്ഷം രൂപയോളം കവർന്നാണ് പരാതി. മറ്റു വസ്തുക്കളൊന്നും മോഷണം പോയിട്ടില്ല. സമീപത്തുള്ള സ്ഥാപനത്തോട് ചേർന്നാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. സ്ഥാപനത്തിന് ഷട്ടർ ഉയർത്തിയ മോഷ്ടാവ് മുകൾ നിലയിലെ വീടടങ്ങുന്ന ഭാഗത്തെത്തി ചെടിച്ചട്ടിയിൽ ഒളിപ്പിച്ച താക്കോൽ കണ്ടെത്തി വീട് തുറന്ന് പണം അപഹരിക്കുകയായിരുന്നു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയുടെ നോട്ടുകെട്ട് മാത്രമാണ് മോഷ്ടാവ് അപഹരിച്ചത്. ഇതല്ലാതെ വേറെയും പണം ഇവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് മറ്റൊന്നും മോഷണം പോയിട്ടില്ല. കഴിഞ്ഞ മാസം 14 രാത്രി 8:30 വീട്ടുകാർ പള്ളിപ്പെരുന്നാളിന് പോയത്. തിരികെ വന്നിട്ടും അസ്വാഭാവികമായി ഒന്നും അനുഭവപ്പെട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് 16 പണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് പണം മോഷ്ടിച്ചത് പള്ളിപ്പെരുന്നാളിന് പോയ സമയത്താണെന്ന് മനസ്സിലായത്. CCTV ദൃശ്യങ്ങളിൽ തിരിച്ചറിയാതിരിക്കാൻ മുഖം മറച്ചാണ് മോഷ്ടാവ് എത്തിയത്. വിരലടയാളം പതിയാതിരിക്കാൻ കയ്യിൽ ഗ്ലൗസ് ധരിച്ചിരുന്നു. ശരീരഭാഷ തിരിച്ചറിയാതിരിക്കുന്ന തരം വസ്ത്രങ്ങളും ധരിച്ചിരുന്നു. വീടും അടുത്തുള്ള സ്ഥാപനങ്ങളും കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സൂചന. മോഷണത്തെ തുടർന്ന് കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ബേക്കലിലെയും പെരിയയിലെയും നാട്ടുകാർക്കിനി സമാധാനത്തോടെ സ്വസ്ഥമായി ഉറങ്ങാം. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പ്രദേശത്തുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാക്കൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. നിരവധി ക്ഷേത്രമോഷണ കേസുകളിലെയും പെരിയ കവർച്ചാ കേസിലെയും പ്രതികളെയാണ് പോലീസ് പൊക്കിയത്. ഉദുമയിലെ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കവർന്ന പ്രതിയെ മണിക്കൂറുകൾക്കകമാണ് വലയിലാക്കാൻ കഴിഞ്ഞത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിവിധ ഭാഗങ്ങളിൽ നടന്ന മോഷണ കേസുകളിൽ മിന്നൽ വേഗത്തിൽ പ്രതികളെ പിടികൂടി ബേക്കൽ പോലീസ്. ഉദുമയിലെ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കവർന്ന പ്രതിയെ മണിക്കൂറുകൾക്കകമാണ് വലയിലാക്കിയത്.
പെരിയയിൽ നടന്ന വൻ കവർച്ചയിലെ പ്രതികളെയും പോലീസ് സാഹസികമായി പിടികൂടി. ഉദുമ കൊങ്കിണി വളപ്പിൽ അമ്പലത്തിൽ നടന്ന ഭണ്ണാര മോഷണ കേസിലെ പ്രതിയായ ഉദുമ മാർക്കറ്റ് റോഡ് സ്വദേശി സജിത് KV എന്ന പുളിയൻ സജിത്താണ് അറസ്റ്റിലായത്. ഫെബ്രുവരി 27-നും മാർച്ച് 1-നും ഇടയിൽ അമ്പലത്തിന്റെ വരാന്തയിൽ സൂക്ഷിച്ചിരുന്ന ഭണ്ണാരമാണ് പ്രതി കവർന്നത്. ബേക്കൽ സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ കെയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വിശദമായി ചോദ്യം ചെയ്ത ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി 7-ന് പെരിയ നാലക്കരയിലെ ഗോപാലകൃഷ്ണ വീട്ടിൽ നിന്ന് 6.25 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 ലക്ഷം രൂപയും കവർന്ന കേസിലെ പ്രതികളെയും പോലീസ് തന്ത്രപരമായി പിടികൂടി. പാലക്കാട് അയിലൂർ കുളക്കൽപ്പറമ്പ് സ്വദേശി ജലീൽ, ആലമ്പാടി മുണ്ടോൾ ഹൗസിലെ അബ്ദുൾ ലത്തീഫ് എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. വീട്ടിലിരുന്ന് പെൻസിൽ പാക്ക് ചെയ്യുന്ന ജോലി, മാസം 30,000 രൂപ ശമ്പളം. പ്രമുഖ ബ്രാൻഡായ നടരാജ് പെൻസിൽ കമ്പനിയുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെയൊരു പരസ്യം ശ്രദ്ധിച്ചിരുന്നു. തൊഴിൽ രഹിതരായ സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പായിരുന്നു ആ പരസ്യം. ഇടുക്കി രാജകുമാരി സ്വദേശിയുടെ പരാതിയിലാണ് വ്യാപകമായ ഈ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരം പുറത്തു വന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സമാനമായ രീതിയിൽ നിരവധി പേരെ കബളിപ്പിച്ച് കോടികൾ തട്ടിയെടുത്തതായും സൂചനയുണ്ട്. വീട്ടിലിരുന്ന് പെൻസിൽ പാക്ക് ചെയ്യുന്ന ജോലി നൽകും, മാസം 30,000 രൂപ ശമ്പളം ലഭിക്കും എന്ന വാഗ്ദാനത്തോടെയാണ് തട്ടിപ്പ് ആരംഭിക്കുന്നത്. ആദ്യം 650 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. തുടർന്ന് 1999 രൂപ കൂടി നൽകിയാൽ 2 മിനിറ്റിനുള്ളിൽ 17,600 രൂപ അക്കൗണ്ടിൽ ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. പെൻസിൽ വീട്ടിൽ എത്തിച്ചു നൽകുമെന്ന് സംഘം പറയുന്നു. ഷിബി ജോസഫ് 650 രൂപ നൽകി രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കൂടുതൽ തുക ആവശ്യപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. തുടർന്ന് പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. അവർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നടരാജ് കമ്പനി പെൻസിൽ പാക്കിങ് മാസം 30,000 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നമ്മളൊരു 650 രൂപ അടയ്ക്കണം. അത് കഴിയുമ്പോൾ അവർ പെൻസിൽ പാക്കിട്ട് വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതൊരു തട്ടിപ്പായിരുന്നു. ഞാനൊരു 650 രൂപ അയച്ചു കൊടുത്തു. പിന്നെ അവർ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരു 1999 രൂപ അയച്ചു തരണം, എന്നാലാണ് പെൻസിൽ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 650 കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി അതൊരു തട്ടിപ്പാണെന്ന്. സംഘം വാട്സപ്പ് വഴിയാണ് ഇരകളെ കണ്ടെത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നത്. ആകർഷകമായ സന്ദേശങ്ങളും വ്യാജരേഖകളും ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് വിശ്വാസം നേടിയാണ് പണം കൈക്കലാക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി സൂചനയുണ്ട്. ഇത്തരം ഓൺലൈൻ ജോലി വാഗ്ദാനങ്ങളിൽ വീഴാതെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 ഇടുക്കി. നമ്മുടെ നാട്ടിൽ ദുഷിച്ച മനസ്സുള്ള ചില ആളുകളുണ്ട്. ഒരാളോട് വൈരാഗ്യം തീർക്കാൻ എന്ത് നെറികെട്ട പണിയും കാട്ടും. ഇടുക്കി അടിമാലിയിൽ കുടിവെള്ളം എടുക്കുന്ന കിണറ്റിലെ പൈപ്പിൽ നായയെ കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കിണറ്റിനുള്ളിൽ നായയുടെ മൃതദേഹം കണ്ടതോടെയാണ് സംഭവം വീട്ടുകാർ അറിയുന്നത്. വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വ്യക്തിവിരോധമാകാൻ സംഭവത്തിന് പിന്നിലെന്നാണ് നിഗമനം. അടിമാലി കുരിശുപാറ സ്വദേശിനി വത്സമ്മയും അയൽവാസികളായ കുടുംബവും ഉപയോഗിക്കുന്ന കിണറ്റിലാണ് അഴുകിയ നിലയിൽ നായയുടെ ജഡം കണ്ടെത്തിയത്. വീടിനോട് ചേർന്ന് കൃഷിയിടത്തിലുള്ള കിണറ്റിൽ നിന്നുമാണ് ഇവർ കുടിവെള്ളം എടുത്തിരുന്നത്. ചുറ്റുമതിലുള്ള കിണറിന്റെ മുകൾ ഭാഗത്ത് പച്ച നെറ്റും വലിച്ചു കെട്ടിയിരുന്നു. വെള്ളത്തിന് അസഹനീയമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് നായയുടെ ജഡം കണ്ടെത്തിയത്. ഫുട്പാഡിനോട് ചേർന്ന് നായയുടെ ജഡം കെട്ടിവെച്ച നിലയിലായിരുന്നുവെന്ന് വീട്ടുടമ വത്സമ്മ പറയുന്നു.
വെള്ളം ഞങ്ങൾ കുടിച്ചോണ്ടെങ്കിൽ വെള്ളത്തിന് മണമായിരുന്നു, മണവും ചുവയായിരുന്നു. ചുവ കഴിഞ്ഞ് ആദ്യം ഒന്നും നോക്കിയില്ല. അത് കഴിഞ്ഞ് കിണറ്റിൽ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേന് പട്ടി ഇതിനകത്ത് മുങ്ങിക്കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആയപ്പോഴത്തേന് അത് ഞങ്ങൾ ആളെ നിർത്തി എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പട്ടിനെ കെട്ടി ഗുഡ്ബാലോ കെട്ടി താഴെ താത്തേക്കുക വലിച്ചു പൊക്കി അങ്ങനെയാണ് എടുത്തത്. വെള്ളം എന്തായാലും ഒരു 5-8 ദിവസം കുടിച്ചെന്നായിരുന്നു. നമുക്കറിയത്തില്ല ദിവസം എത്രയായിരുന്നു. ഒരു 10 ദിവസം മുമ്പ് ഞാൻ താഴെ ഇറങ്ങിപ്പോയതായിരുന്നു. അന്നത്തേന് കുഴപ്പമില്ലായിരുന്നു. നായയുടെ ജഡം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു. ഈ വെള്ളം ഇവർ ഏതാനും ദിവസം ഉപയോഗിക്കുകയും ചെയ്തു. നായ തനിയെ കിണറ്റിൽ ചാടിയതാകാം എന്ന് ആദ്യം കരുതിയെങ്കിലും നായയെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കാൻ ശ്രമിച്ചതോടെയാണ് ജഡം ഫുട്ബോളിനോട് ചേർത്ത് കെട്ടിവെച്ച നിലയിലാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതോടെ വത്സമ്മ അടിമാലി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. നാട്ടിലെ ക്ഷേത്രോത്സവങ്ങളും പൂരവുമൊക്കെ ചില പ്രദേശങ്ങളിൽ കുടിപ്പകയുടെയും പകവീട്ടലിൻ്റെയും വേദിയാകാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ തല്ലിൻ്റെ കണക്ക് തീർക്കുന്നത് ഉത്സവങ്ങൾക്ക് എത്തുമ്പോഴായിരിക്കും. പാലക്കാട് ഒറ്റപ്പാലത്ത് പൂരത്തോടനുബന്ധിച്ച് സംഘർഷത്തിൽ 2 പേർക്ക് കുത്തേറ്റു. ചിനക്കത്തൂർ ക്ഷേത്രത്തിലെ പൂരത്തിനിടെയാണ് CPM ബ്രാഞ്ച് സെക്രട്ടറി അർഷിദ് ഉൾപ്പെടെ 2 പേർക്ക് കുത്തേറ്റത്. സംഭവത്തിൽ 2 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ പേർ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈസ്റ്റ് ഒറ്റപ്പാലം CPM ബ്രാഞ്ച് സെക്രട്ടറി അർഷിദ്, ഒറ്റപ്പാലം സ്വദേശി പ്രശാന്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. പ്രശാന്തിന്റെ മുതുകിൽ 3 കുത്തുകളുണ്ട്. ഒപ്പമുണ്ടായിരുന്ന ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി അമീൻ, സനൂപ്, സന്തോഷ്, അനിൽ എന്നിവർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. ചിനക്കത്തൂർ പൂരത്തിന് സ്പെഷ്യൽ പൂരം പോകുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. പല്ലാർമംഗലത്തു നിന്നുള്ള സ്റ്റാലിയൻസും അഴീക്കൽപ്പറമ്പിൽ നിന്നുള്ള ആഞ്ജനേയ പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങളും തമ്മിലായിരുന്നു സംഘർഷം. രാഷ്ട്രീയപരമായ മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് 2 പേർക്ക് കുത്തേറ്റത്. പാലപ്പുറം പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവിടെ ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും കൊടിമരങ്ങളും തോരണങ്ങളൊക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടെ പാലപ്പുറത്ത് RSSന്റെ ഒരു ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ആക്രമണം നമുക്കെതിരായിട്ട് വരുന്നത്. പരിക്കേറ്റ ഇരുവരെയും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ പ്രശാന്തിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രതികൾക്കായി ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പട്ടാമ്പി. ആറ്റുകാൽ പൊങ്കാലയുടെ മറവിൽ ചിലയിടങ്ങളിൽ വ്യാപകമായ പകൽക്കൊള്ളയാണ് നടന്നത്. പൊങ്കാലയിടാനെത്തിയ ഭക്തരിൽ നിന്ന് വാഹന പാർക്കിങ്ങിന്റെ പേരിൽ അനധികൃത പിരിവ് നടത്തിയ 2 പേർ പിടിയിലായി. SMV ഗവൺമെന്റ് സ്കൂൾ PTA പ്രസിഡന്റ് കർണൻ ഉൾപ്പെടെ 2 പേരാണ് പിടിയിലായത്. മേയർ VV രാജേഷ് നേരിട്ട് ഇടപെട്ടതോടെയാണ് വർഷങ്ങളായി ആറ്റുകാൽ പൊങ്കാല ദിവസം നടന്നിരുന്ന കൊള്ളയ്ക്ക് തടയിട്ടത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഭക്തരിൽ നിന്ന് പാർക്കിങ്ങിന്റെ പേരിൽ അമിത തുക ഈടാക്കിയ സ്കൂൾ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് കസ്റ്റഡിയിലായത്. SMV ഗവൺമെന്റ് സ്കൂൾ PTA പ്രസിഡന്റ് കർണൻ, ഭാരവാഹിയായ ഹാഷിം എന്നിവരെയാണ് തമ്പാനൂർ പോലീസ് പിടികൂടിയത്. ഒരു ഓൾട്ടോ കാർ പാർക്ക് ചെയ്യുന്നതിനായി 400 രൂപ വരെയാണ് ഇവർ ഈടാക്കിയിരുന്നത്. PTA വികസന ഫണ്ടിന്റെ രസീതാണ് വാഹന ഉടമകൾക്ക് നൽകിയത്. പൊങ്കാലയോടനുബന്ധിച്ച് പാർക്കിങ്ങിന്റെ പേരിൽ പല സ്വകാര്യ സ്ഥാപനങ്ങളും പിരിവ് നടത്തുന്നതായി പരാതി ഉയർന്നിരുന്നു. അനധികൃത പിരിവ് സംബന്ധിച്ച് നിരവധി പരാതികൾ കിട്ടിയെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനും പോലീസിൽ പരാതി നൽകിയിരുന്നു. അനധികൃത പണപ്പിരിവ് അറിഞ്ഞ സ്ഥലത്തെത്തിയ മേയർ VV രാജേഷ് നേരിട്ടിടപെടുകയും ഉദ്യോഗസ്ഥരോട് കടുത്ത നിർദ്ദേശിക്കുകയുമായിരുന്നു. അനധികൃത പാർക്കിംഗ് കേന്ദ്രം നടത്തിയ മണക്കാട് സ്വദേശി ഷർഫുദ്ദീനെതിരെയും മേയർ ദ്രുതഗതിയിൽ നടപടിയെടുത്തിരുന്നു. ആറ്റുകാലിന് സമീപം ഐരാണിമുട്ടത്ത് ചിറപ്പാലത്തിന് സമീപത്തെ സ്ഥലത്ത് കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ് ഇയാൾ താൽക്കാലിക പാർക്കിംഗ് കേന്ദ്രം നടത്തിയത്. കൊള്ള നിരക്കാണ് വാഹന ഉടമകളിൽ നിന്ന് ഈടാക്കിയത്. ചൂഷണത്തിനിരയായ ചിലർ മേയറുടെ ഓഫീസിൽ വിളിച്ച് പരാതി പറഞ്ഞതോടെ സ്ഥലത്തെത്തിയ VV രാജേഷ് കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ പാർക്കിംഗ് കേന്ദ്രം നടത്തിയതിനും അമിത ഫീസ് ഈടാക്കിയതിനും ഇയാളിൽ നിന്നും പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ചു.
അമിതമായി ഈടാക്കിയ തുക തിരികെ കൊടുപ്പിക്കുകയും ചെയ്തു. ഷർഫുദ്ദീനെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൊങ്കാലയുടെ മറവിലുള്ള ഇത്തരം അനധികൃത ഇടപാടുകൾ അനുവദിക്കില്ലെന്ന് മേയർ പറഞ്ഞു. പൊങ്കാല കേന്ദ്രീകരിച്ച് വ്യാപകമാണ്. പൊങ്കാല അല്ലാത്ത സമയത്തും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പൊങ്കാല കേന്ദ്രീകരിച്ച് വ്യാപകമാണ്. ഇന്ന് ഈ വിഷയത്തിൽ കോർപ്പറേഷൻ ഇടപെടുന്ന മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞാണ് SMB സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്ന് രാവിലെ 8 മണിക്ക് വന്ന ഒരു ബസ് ഉച്ചവരെ പാർക്ക് ചെയ്യുന്നതിന് 1000 രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാറ്, ഓട്ടോറിക്ഷ ഇതിനൊക്കെ തന്നെ 200, എന്റെ ഇരിക്കുന്ന എല്ലാം തന്നെ 500, 200, 500 രൂപ, 200 രൂപ ഒക്കെ വാങ്ങിച്ച കൂപ്പൺ റെസിപ്റ്റാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതിലൊന്നും തന്നെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ കോർപ്പറേഷൻ്റെയോ ഒരു എംപ്ലോയും ഇല്ല, ശരിയില്ല. ഇതാരാണ് അടിച്ചതെന്നും പറയുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോതമംഗലത്ത് ദമ്പതിമാരുടെ ശരീരത്തിൽ ആസിഡ് ഒഴിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. മാമലക്കണ്ടം സ്വദേശി എൽദോസിനും ഭാര്യയ്ക്കും നേരെ ആക്രമണം നടത്തിയ മാമലക്കണ്ടം പാണ്ടാലിൽ എൽദോസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒമാനിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് 3.86 കോടി രൂപയുടെ ക്രിസ്റ്റൽ മെത്താഫിറ്റമിൻ പിടികൂടി. പിടിയിലായത് പാലക്കാട് പടിഞ്ഞാറെ കളരിക്കൽ മുഹമ്മദ് ഷബീബ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം മുൻ കമ്മീഷണറുമായ N. വാസു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കൊച്ചിയിലെ സോണൽ ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. എപ്പോഴും മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും ചിന്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും. മരിക്കണമെന്ന് പറയുന്നതോ ആത്മഹത്യാ ശ്രമം നടത്തുന്നതോ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയാണെന്ന് കരുതുന്നവരാണ് പലരും. അത് തീർത്തും തെറ്റാണ് കേട്ടോ. ആരെയും ഭയപ്പെടുത്താനല്ല, സഹായത്തിന് വേണ്ടിയുള്ള ഒരപേക്ഷയായിരിക്കും അത്. മനുഷ്യൻ്റെ വികാരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പലപ്പോഴും സമൂഹത്തിൽ വലിയ ശ്രദ്ധ കിട്ടാറില്ല. അതുകൊണ്ടാണ് കുട്ടികളും കൗമാരക്കാരുമൊക്കെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് +2 വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയ സംഭവവും പരിശോധിക്കേണ്ടതാണ്. വടക്കേവിള സ്വദേശിനി സനൂജ എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തത്? ചെറിയ പ്രായത്തിൽ കുട്ടികൾ എന്തിനാണ് ജീവിതം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുന്നതെന്ന് ചിന്തിക്കാറുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കാനോ പരിഹരിക്കാനോ മറ്റാരുമില്ലെന്ന് തോന്നൽ കുട്ടികളെ പലപ്പോഴും പല അപകടങ്ങളിലേക്കും തള്ളിവിടാറുണ്ട്. കുഞ്ഞുങ്ങളുമായി തുറന്ന് സംസാരിക്കാനുള്ള ഒരു ബന്ധം മാതാപിതാക്കൾ വളർത്തിയെടുക്കണം, അവരെ ചേർത്ത് പിടിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.